അഡ്വക്കേറ്റ് അഭിലാഷ്, ABC-യിലേക്ക് സ്വാഗതം. ഈ പിണറായി വിജയൻ സർക്കാർ മൂന്നാം വട്ടം വരുന്നതിന് വേണ്ടിയുള്ള തകൃതിയായ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന PR വർക്ക്. ഈ PR വർക്കിന് കോൺഗ്രസ് ഏത് തരത്തിൽ അതിജീവിക്കും? കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF തന്നെ ഏത് തരത്തിലായിരിക്കും അതിജീവിക്കാൻ പോകുന്നത്? ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ് മൂന്നാം വട്ടവും വരും എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിജയത്തിന് ഊർജം നൽകുന്ന ഒന്നാണ്. കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരു വട്ടം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെൻറ് ഒരു വട്ടം കൂടി വരിക എന്ന് പറയുന്നത് അത് ആരും സാധാരണക്കാരായ ജനങ്ങൾ ആരും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അത് തന്നെയാണ് നമുക്ക് ഊർജം നൽകുന്നത്. ഇവർ വരുമെന്ന് പറയുന്നത്, മൂന്നാം വട്ടവും വരും എന്ന് പറയുന്നത് നമ്മുടെ ഭൂരിപക്ഷം കൂട്ടുകയേ ഉള്ളൂ. ആ PR വർക്കിനെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോകും. കാരണം ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ UDFന് അനുകൂലമായി ചിന്തിച്ചു, വോട്ട് ചെയ്തു. അത് UDFൻ്റെ ഒരു വൻ വിജയമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മൂന്നാം വട്ടം വരാൻ പോകുന്നില്ല. അവരുടെ PR വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് ഖജനാവിൽ നിന്ന് പൊതു പണമെടുത്ത്, സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്ത് ചെലവഴിച്ചുകൊണ്ട് നടക്കുന്ന PR വർക്ക് യാതൊരു കാര്യമായും അവർക്ക് ഗുണം കിട്ടത്തില്ല. അതിപ്പോൾ തന്നെ നവകേരള സർവേ ഹൈക്കോടതി പറഞ്ഞല്ലോ, ആ തുക തിരിച്ചടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെന്താ ചെയ്തത്? അത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണ്. നമ്മൾ തന്നെ ഈ 10 വർഷത്തിനിടയ്ക്ക് എത്ര അപ്പീലുകളാണ് ഹൈക്കോടതി ഗവൺമെൻറ്റുകളെ സംരക്ഷിക്കുവാൻ, ഗവൺമെൻറ് ഓർഡറിനെതിരായിട്ട്, വിജ്ഞാപനത്തിനെതിരായിട്ടുള്ള എത്രയോ അപ്പീലുകളാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. പക്ഷെ അതൊന്നും ഫലമില്ലാതെ പോയി. നമുക്ക് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണത്തിന് എതിരായി സുപ്രീം കോടതിയിൽ പോയി. അതെന്തെങ്കിലും കാര്യം ചെയ്തു. പക്ഷെ അതുപോലെ തന്നെയാവും ഈ സർവേക്കെതിരായി ഇവർ എവിടെ പോയാലും ശരി, സുപ്രീം കോടതിയിൽ പോയാലും ശരി, അവിടെയൊന്നും ഗവൺമെൻറ്റിന് അനുകൂലമായൊരു തീരുമാനം കിട്ടത്തില്ല. ഈ PR വർക്കിൽ ഒരു കാര്യവുമില്ല. അതിപ്പോൾ KSRTC 12 കോടി രൂപയുടെ പരസ്യം മാറ്റി വെച്ചിട്ടാണ്. ഇപ്പോൾ KSRTC ബസ്സുകളിലെല്ലാം ഇങ്ങനെ മൂന്നാം വട്ടവും പിണറായി വിജയൻ്റെ ഫോട്ടോ വയ്ക്കും. ഇത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ UDFന് കൂടുതൽ പിന്തുണ നൽകുകയാണ്, കൂടുതൽ കരുത്താർജിക്കുകയാണ്. മൂന്നാം വട്ടം വരും എന്നുള്ള മുദ്രാവാക്യം UDFനെ സംബന്ധിച്ച് കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. PR വർക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നു. തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞ ഏകദേശം 2 മാസക്കാലമായി പ്രതിപക്ഷ നേതാവിനെ എതിർക്കുക അതൊരു പ്രൊപ്പഗൻഡയായിരുന്നില്ലേ? നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷെ അതിൽ നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഗ്രാഫ് നാൾക്ക് നാൾ ഉയരുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്. ഇപ്പം പിണറായി വിജയനും VD സതീശനും ഒക്കെ ഏകദേശം ഈക്വലായി നിന്നെങ്കിൽ ഇന്ന് VD സതീശൻ എത്രയോ മുന്നിലാണ്. അഭിപ്രായ സർവേകളൊക്കെ വരുന്നത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കേണ്ട എങ്കിലും അഭിപ്രായ സർവേകൾ വരുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് മൂന്നാം വട്ടം വരണ്ട എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല VD സതീശൻ്റെ പിന്തുണ നാൾക്ക് നാൾ പൊതുജനങ്ങളുടെ ഇടയിൽ വർദ്ധിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ PR വർക്ക് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. PR വർക്ക് സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് തുക ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് കൊള്ളയടിക്കുവാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ PR വർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അവർ ഉപയോഗിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് PR വർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരൻ്റെ നികുതി പണം എടുത്ത് സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് ഈ സർവേ നിർത്തിവെക്കുവാൻ ഹൈക്കോടതി പറഞ്ഞത്. നിശിതമായിട്ടാണ് വിമർശിച്ചത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചാണ് ഇത് നിർത്തിവെക്കാൻ പറഞ്ഞത്. അതിൽ തന്നെ മനസ്സിലാവും ഈ PR വർക്കിൻ്റെ ഒരു കാര്യമില്ല, UDF വളരെ മുന്നിലാണ്. പക്ഷേ ഈ PR വർക്കുകൾ മുൻപ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള വർക്കുകളാണ് നടക്കുന്നത്. കാരണം അവർ സമസ്ത മേഖലകളും എടുത്തെടുത്താണ് പറയുന്നത്. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ രംഗം,
എന്തിന് 10 വർഷം കലാപങ്ങളില്ലാത്ത വർഷം എന്നൊക്കെ പറയുന്നത്? ഇവിടെ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ആരോഗ്യ മേഖല പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ എടുത്ത് കടമെടുത്ത് പറഞ്ഞാൽ ആരോഗ്യ മേഖല ഇന്ന് വെന്റിലേറ്ററിലാണ്. ഏത് ആശുപത്രി തന്നെ എടുത്ത് പരിശോധിച്ചാലും ശരി, ആഴ്ചയിൽ ഒരു മരണം, ഒരു മനുഷ്യ ജീവനാണ് നഷ്ടമാകുന്നത്. ഇന്നലെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിന് നമുക്ക് നഷ്ടമായി നെടുമങ്ങാട്. അപ്പം അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇതെല്ലാം പറയും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ആശുപത്രികളൊക്കെ 5 സ്റ്റാർ ആശുപത്രിയേക്കാൾ 5 സ്റ്റാർ ഹോട്ടലുകൾ മുന്തിയ രീതിയിലാണ് ആശുപത്രികൾ ഉള്ളത് എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ശരി, അവിടെയൊന്നും കാര്യമായ ചികിത്സ ലഭിക്കുന്നില്ല. സാധാരണക്കാരന് ചികിത്സ കിട്ടുന്ന മെഡിക്കൽ കോളേജുകളാണ്. ആ മെഡിക്കൽ കോളേജുകളോ സർക്കാർ ആശുപത്രിയിലോ ഇന്ന് ചികിത്സ അപ്രാപ്യമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ കൊല്ലത്തുള്ള ഒരു വേണു ഇവിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. അയാൾ 2 ആഴ്ചത്തോളം വന്ന് ആദ്യം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കാണിച്ചു, അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റെഫർ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഒരു നായ്ക്ക് കിട്ടുന്ന പരിഗണന പോലും, അദ്ദേഹം ജീവനോടെ ഇരുന്നപ്പോൾ പറഞ്ഞ ശബ്ദ സംഭാഷണമാണ്, ഒരു നായ്ക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് ആ മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടർമാരും ബാക്കിയുള്ളവരും പൗരുഷമായിട്ടാണ് ഇടപെടുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഹൃദയ അസുഖം മൂലം മരണപ്പെടുകയുണ്ട്. അപ്പം അതുപോലുള്ള മരണങ്ങൾ, അതിനെയൊന്നും ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ പറയുന്നത് വിദ്യാലയങ്ങളെല്ലാം 5 സ്റ്റാർ രീതിയിലേക്ക് മാറി എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ത് മാറിയെങ്കിലും ശരി, കൊല്ലത്തുള്ള ഒരു കുഞ്ഞിൻ്റെ മരണം അത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചത് അത് നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ എല്ലാ സൗകര്യമുണ്ടെന്ന് ഇവർ പറയുമ്പോഴും അവിടെ പോയി PM ശ്രീ പദ്ധതിയിൽ ഇവർ 4.5 വർഷക്കാലം എതിർത്ത പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അത് ക്യാബിനറ്റിൽ പോലും വയ്ക്കാതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിൽ പോലും വയ്ക്കാതെ, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും മാത്രം എടുത്തൊരു തീരുമാനം. ഇവിടെ CPI മന്ത്രിമാരെല്ലാം ക്യാബിനറ്റിൽ വന്നിരുന്ന് PM ശ്രീക്കെതിരായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചു. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മുകളിലാണെന്ന് പറയുമ്പോഴും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രത്തിൻ്റെ പുറകെ നടക്കുകയാണ്. PM ശ്രീ പദ്ധതിയെപ്പറ്റി തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല, അത് മറ്റൊരവസരത്തിൽ ഞാൻ പറയാം. എന്നാൽ ഇത്തരത്തിൽ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പായാലും ശരി, ആരോഗ്യ വകുപ്പായാലും ശരി, ഏത് വകുപ്പെടുത്ത് നോക്കിയാലും അവിടെ ഏത് വകുപ്പ്, സഹകരണ വകുപ്പ്, പോലീസ് വകുപ്പ്, എല്ലാ വകുപ്പും അൻപേ പരാജയമല്ലേ? ഏതെങ്കിലും ഒരു വകുപ്പ് ഇവർക്ക് മെച്ചമാണെന്ന് പിണറായി വിജയൻ ഗവൺമെന്റിന് ഈ കാലഘട്ടത്തിൽ പറയാൻ സാധിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള ഇത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ കൂടി ഒരു വലിയ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്, അധികാരത്തിൽ വരണം എന്നുള്ളത്. കാരണം 10 വർഷമായി അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ്. അധികാരത്തിൽ വരിക, മുന്നണിയെ വളരെ കെട്ടുറപ്പോടുകൂടി ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയല്ലേ രംഗത്തിറക്കാൻ പോകുന്നത്? അവസാനവട്ട കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുമല്ലേ? തിരഞ്ഞെടുപ്പിൽ വിജയിക്കണം, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചൊരു ആഗ്രഹമാണ്. അവരുടെ പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്, തിരഞ്ഞെടുപ്പിന് വിജയിക്കുവാൻ വേണ്ടിയാണല്ലോ. തിരഞ്ഞെടുപ്പ് 100% ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കും എന്ന് നമുക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ രംഗത്ത് ഇറക്കുവാൻ പരമാവധി ശ്രമിക്കുന്നത്. അതിൽ നമ്മൾ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യും. മുൻ തവണത്തെ പോലെ 1-2 സ്ഥാനാർത്ഥികളോ 3 സ്ഥാനാർത്ഥികളോ, ഇവിടെ മികച്ച സ്ഥാനാർത്ഥികളാണ് UDFന് ഉള്ളത്. എല്ലാ 140 നിയോജക മണ്ഡലം എടുത്ത് നോക്കിയാലും ശരി, ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മേഖലയിൽ തങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ചവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ളവർ. അതിൽ നിന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും, UDF തീരുമാനിക്കും. മികച്ച സ്ഥാനാർത്ഥികൾ നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 100-110 സീറ്റിൽ ഞങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.